യേശുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള ഉത്ഥാനത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ പ്രവചന ഭാഗമാണ് സന്ദർഭം. എനിക്ക് ഈ വചനം വായിച്ചപ്പോൾ ആദ്യം തോന്നിയ ഒരു കാര്യം, യേശുവിന്റെയും ശിഷ്യന്മാരുടെയും മൂന്ന് കൂട്ടർ യാത്ര ചെയ്യുന്നുണ്ട്. യേശു, 12 അപ്പസ്തോലന്മാര്, കൂടാതെ അനുയാത്ര ചെയ്യുന്നവർ, മൂന്ന് കൂട്ടര് ഈ യാത്രയിലുണ്ട്. മൂന്ന് കൂട്ടരും യാത്ര ചെയ്യുന്നത് ജെറൂസലേമിലേക്കാണ്. പലരുടെയും സ്പീഡിൽ വ്യത്യാസം. നമുക്ക് പലപ്പോഴും ഈ ജെറൂസലേം എന്ന് പറയുന്നത് ആത്മീയതയുടെ കേദാരമാണ്, അല്ലെങ്കിൽ ആത്മീയമാണ്. അപ്പോൾ ജെറൂസലേം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനം കൂടിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗീയ ജെറൂസലേം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ യാത്രകളുടെ സൂചനകളാണ്. എല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ. യാത്ര എല്ലാവരും ലക്ഷ്യം ജെറൂസലേമാണ്, സ്വർഗമാണ്. പക്ഷേ കുറെ പേര്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആരെങ്കിലുമൊക്കെ മുന്നേ പോകുന്നുണ്ട്. ചിലര് കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നുണ്ട്, മറ്റു ചിലർ വളരെ പതുക്കെ സ്പീഡിലാണ് പോണേ. അപ്പൊ മൂന്ന് വിഭാഗം ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. ക്രിസ്തു പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. ദൈവവുമായി ഒന്നായി ലയിച്ചു ചേർന്ന് ദൈവിക അനുഭവത്തില് ജീവിക്കുന്ന മനുഷ്യര്, അവര് ഈ ആത്മീയ യാത്രയില് നല്ല സ്പീഡായിരിക്കും. ആത്മീയ യാത്രയിൽ ശിഷ്യന്മാര് കുറച്ചുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. മൂന്നാമതൊരു കൂട്ടര് അനുയാത്ര ചെയ്യുന്നവർ. അനുയാത്ര എന്ന് വെച്ചാൽ മറ്റുള്ളവർ പോകണു, അതുകൊണ്ട് ഞാനും പോകണം. താറാവൂട്ടം പോണവരെയാ. ആദ്യത്തെ താറാവ് അങ്ങോട്ട് പോണോ, അതിന്റെ പുറകെ മറ്റുള്ളവർ പോവാ. എന്തിനാ പോണേ അറിയില്ല. അപ്പൊ അങ്ങനെ സഭ പോകുന്നു അതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം പോകുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ഇത് ഇവര് തമ്മിലുള്ള അകലം നമ്മളൊന്ന് വചനം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. ആ പോക്ക് ഒരു പക്ഷേ അവരുടെ മുമ്പില്, ഈ ശിഷ്യന്മാരുടെ മുമ്പില്, ശിഷ്യന്മാർക്ക് വിസ്മയം ഉണ്ടായെന്നാണ് പറയുന്നത്. അതേസമയം അനുയാത്ര ചെയ്യുന്നവർക്ക് ഭയമാണ് ഉണ്ടായത്. യേശുവിന്റെ പോക്ക് കണ്ടിട്ട് കൂടെ നടന്ന അപ്പസ്തോലന്മാർക്ക് വിസ്മയമുണ്ടായി. അതേസമയം അനുയാത്ര ചെയ്യുന്നവർക്ക് ഭയമുണ്ടായി. അപ്പോ കൂടെ നടക്കുന്നവർക്ക് വിസ്മയവും അല്പം അകലെ നടക്കുന്നവർക്ക് ഭയവും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു യാത്രയായിരുന്നു ക്രിസ്തുവിൻ്റെത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഈ ഒരു കാര്യം നമ്മുടെയൊക്കെ ഇതൊരു ആത്മശോധനയ്ക്ക് കൂടിയുള്ള വിഷയമാണ്. നമ്മുടെ യാത്ര എങ്ങനെയാണ്? സ്വർഗീയ ജെറൂസലേമിനെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രകള് ക്രിസ്തുവിനെ പോലെ ഭയപ്പെടുത്തുന്ന വിധത്തില്, വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ ഈ അപ്പസ്തോലന്മാരെ പോലെ ഈ ശാപ്പാടുകൊണ്ട് വിസ്മയം എന്ന് പറയുന്നത് ഈ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഒക്കെയുള്ള അനുഭൂതിയുടെ തലങ്ങൾ. മറ്റത് മാനസിക തലം, ഭയം എന്ന് പറയും. എന്തുകൊണ്ട് ദേവാലയത്തിൽ നിന്ന്, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് ഓരോരുത്തർ അകലുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, ഭയം ഉള്ളത് കൊണ്ടാണ്. എന്തിനാ ഭയം? അവനവനെ ഭയം, ഞാൻ ഈ ജീവിത രീതി മാറ്റണമല്ലോ എന്നുള്ള ഭയം, മറ്റുള്ളവരെന്ത് പറയുമെന്നുള്ള ഭയം, പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കുമോ എന്നൊക്കെയുള്ള ഭയം, പല ഭയപ്പാടുകളാണ്. അപ്പോൾ ആത്മീയ ജീവിതത്തില് സ്ലോ ആകാനും പുറകിലാകാനും ഒക്കെ കാരണം ഭയങ്ങളാണ്. വിസ്മയം കൊണ്ട് ഏതാണ്ട് അടുത്ത് തൊട്ടില്ല എന്നുള്ള വിധത്തില്, അല്ലെങ്കിൽ കാണാവുന്ന അകലത്തില് ഒക്കെ നടക്കുന്നവരാണ്
നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു പടി കൂടി കടന്ന് മുന്നേ നടക്കണം എന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി. നമുക്കറിയാം, നമ്മുടെ നാട്ടില് മന്ത്രിമാര് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതിനു മുന്നേ പോലീസുകാരുടെ വണ്ടി പോണത് കണ്ടിട്ടുണ്ട്. പൈലറ്റ് വാഹനം പോണെന്നാ പറയുന്നത്. ഈ പൈലറ്റ് വാഹനം പോകുന്നത് പുറകിൽ വരുന്നവർക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ. സത്യത്തില് ഈ വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഈ പൈലറ്റ് വാഹകരാണ്, ദൈവത്തിന്റെ പൈലറ്റ് വാഹകരാണ്. ദൈവത്തിന്റെ മനുഷ്യഹൃദയങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കാനായിട്ട് വഴിയൊരുക്കുന്നവരാണ്. അത് കൃത്യതയോടെ ചെയ്തില്ലെങ്കിൽ ഈ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഈ പൈലറ്റ് വാഹനത്തിന്റെ ചിന്ത പറഞ്ഞ സമയമായതുകൊണ്ട് അത് നിങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി വിടുകയാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പൈലറ്റുമാരാകേണ്ടവർ. അപ്പം മനുഷ്യഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഇടവകളിലേക്ക്, സംഘടനകളിലേക്ക്, പ്രസ്ഥാനങ്ങളിലേക്ക്, തൊഴിൽ മേഖലയിലേക്കൊക്കെ ക്രിസ്തുവിന്റെ പൈലറ്റായിട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. രണ്ടാമതായിട്ട്, ആദിവാസികളുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവര് വീട് വിട്ട് വിഭവ സമാഹരണത്തിന് കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാറില്ല, ഒരു കൂട്ടമായിട്ടാണ് പോണത്. ഈ കൂട്ടമായിട്ട് പോകുമ്പോൾ മുമ്പേ നടക്കുന്നവന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവും, ഒരു വാക്കത്തി ഉണ്ടാവും. അവന്റെ വടിയുടെയും വാക്കത്തിയുടെയും പ്രയോഗങ്ങൾ കൊണ്ട് ഈ മുള്ളും, അതായത് കാട്ടിൽ വഴികളില്ല, അവരുടെ ഊരിലേക്ക് പോകാൻ മാത്രമേ വഴിയുള്ളൂ. ഈ കാട്ടില് വിഭവങ്ങൾ തേടി പോകുമ്പോൾ പ്രത്യേക വഴിയൊന്നുമില്ല. അത് ഒരു ലക്ഷ്യം വെച്ച് അങ്ങനെയാണ്, ഒരു ഉദ്ദേശം വെച്ചൊക്കെ അങ്ങനെയാണ് പോവുക. ഇന്ന ദിക്കില് കാട്ടുജാതി ഉണ്ടാവും, ഇന്ന ദിക്കില് ഇന്നതുണ്ടാവും, തേനുണ്ടാവും എന്നൊക്കെ ഒരു വിചാരം വെച്ചിട്ട് ഇവരവിടെ പോവുക. ആ മുമ്പേ പോകുന്നയാള് വഴി വെട്ടിത്തെളിച്ച് പോകണം. വഴി വെട്ടിത്തെളിച്ച് ആൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്, കുറെ കഷ്ടപ്പാടുണ്ട്. പാമ്പും അല്ലെങ്കിൽ മറ്റ് ക്ഷുദ്രജീവികൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ, ഇവരുടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നത് ഈ മുന്നേ പോകുന്നയാൾക്ക്. ഞങ്ങളുടെ ഒരു കോളനിയില് ഒരു മനുഷ്യൻ ഇങ്ങനെ മുന്നേ പോയി കഴിഞ്ഞപ്പോൾ ഒരു കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് പെടുകയും കാട്ടാന എടുത്തിട്ട് എറിയൊക്കെ ചെയ്തിട്ട് ഈ കയ്യേല പിടിച്ച്, ഈ കയ്യില് തുമ്പിക്കയിട്ട് പിടിച്ചിട്ട് ഈ കൈ പോയ ഒരു മനുഷ്യൻ ഇപ്പോഴോടെ കയ്യില്ല. മുമ്പേ പോകുന്ന മനുഷ്യര് വഴിവെട്ടി തെളിച്ച് പോകേണ്ടവർ. അത് നമ്മളെ ഈ ഗ്രൂപ്പിലെ കാര്യങ്ങൾ, ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഗ്രൂപ്പില് ഹോസ്റ്റുമാരുണ്ട്, കോ ഹോസ്റ്റുമാരുണ്ട്, ലീഡേഴ്സ് ഉണ്ട്, ഇതിന്റെ കൺട്രോളർ ചെറിയാഞ്ചണ്ണൻ കുടുംബമുണ്ട്. ഇങ്ങനെ ഈ മുമ്പേ പോകുന്നവർക്ക് പുറകെ വരുന്നവരെക്കാൾ തീർച്ചയായും ക്ഷതങ്ങൾ കൂടുതലുണ്ടാവും, കൂടുതൽ അധ്വാനം ഉണ്ടാവും, കൂടുതൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും. രണ്ട് പ്രതിസന്ധികളുണ്ട്. ഒന്ന്, മുന്നിലുള്ള പ്രതിസന്ധി. ആ മുന്നിലുള്ള പ്രതിസന്ധികള് പ്രതീക്ഷിച്ചാ പോണത്. പക്ഷെ ചിലപ്പോൾ പുറകിൽ നിന്ന് പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികളെ ഇന്നത്തെ വചനം നമ്മളോട് മുമ്പിൽ പറയുന്നുണ്ട്. അത് അവസാനത്തെ ഭാഗത്ത് പറയും. അപ്പം ഈ മുന്നിലും പിന്നിലും പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ട് വേണം പോകാനായിട്ട്. വഴിയൊരുക്കുന്നവർക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടാകും. അതേസമയം പിന്നാലെ വരുന്നവർക്ക് അത്രയും കഷ്ടപ്പാടുണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇവർ ഈ വഴിയൊരുക്കി പോകുന്നവരെ കുറ്റം പറയും. ഇത്രയോടെയൊക്കെ എത്രയോടെയൊക്കെ കുറ്റിക്കാട് വെട്ടിയിട്ട് പോയാന്താ, ഇത്രയോടെ ലെവലാക്കി കൊണ്ടുപോയാന്താ, ദേഹത്ത് തട്ടാതെ ചവറ് വെട്ടിയാന്താ, ഇങ്ങനെ പല കുറ്റങ്ങളും പറയാനുണ്ടാകും. ഇവനാരെ കുറ്റം പറയാൻ പറ്റും? മുമ്പേ പോകുന്നു. ആരെയും കുറ്റം പറയാൻ? മുമ്പേ പോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാരണവന്മാര് പറയുന്ന ഒരു രീതി കൂടി എടുക്കുന്നത് നല്ലതാണ്.
കടിഞ്ഞൂൽ പൊട്ടൻ എന്നൊരു പ്രയോഗം. കടിഞ്ഞൂൽ പൊട്ടൻ കേട്ടിട്ടുണ്ടോ? ഞാനൊരു കടിഞ്ഞൂലായതുകൊണ്ട് അത് കേട്ടിട്ടുണ്ട്. സാധാരണഗതിയില് മൂത്ത മക്കളെ പഴയ കാരണവന്മാര് അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, കടിഞ്ഞൂൽ പൊട്ടൻ. കാരണം എന്താന്ന് വെച്ചാല് അമ്മയുടെ ഗർഭപാത്രത്തെ വികസിപ്പിച്ച് ഈ ജനന പ്രക്രിയയുടെ സകല സംഘർഷങ്ങളിലൂടെയും കടന്നു വരേണ്ടതാണ് ആദ്യജാതൻ എന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിളിൽ ആദ്യജാതൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാകുന്നത്. കാരണം ഇവൻ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു. ആ തത്വം നമ്മൾ എടുക്കേണ്ടതാണ്. അതേസമയം നിങ്ങൾ ജനിതക ശാസ്ത്രം പഠിക്കുമ്പോൾ 10 12 മക്കളെ ജനിപ്പിച്ചു വളർത്താൻ കപ്പാസിറ്റി ഉള്ള ജീവജാലങ്ങളെ പരിശോധിക്കുമ്പോൾ പൊതുവെ എക്സെപ്ഷൻ ഉണ്ടാവും, കൂട്ടി പറയുന്ന കണക്കുകളിൽ പശ ഉണ്ടാവും. എങ്കിലും പൊതുവെ മൂത്ത മക്കളേക്കാൾ കുറച്ചുകൂടി പൊട്ടൻഷ്യാലിറ്റി കൂടുതലായിരിക്കും രണ്ടാമത്തെ കുഞ്ഞ്, അതിനേക്കാൾ കൂടുതലായിരിക്കും മൂന്നാമത്തെ, അതിനേക്കാൾ 4, 5, 6 ഒക്കെ മികച്ചു നിൽക്കും. പിന്നെ കാരണവന്മാരുടെ ആരോഗ്യം ക്ഷയിക്കുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യും. ഗതികേട് എന്ന് പറയുന്നത് ഈ പൊട്ടനും ചട്ടനും ഒക്കെ ജനിക്കണുള്ളൂ. കടിഞ്ഞ പൊട്ടനും അതിന്റെ താഴെയുള്ള ജനിക്കുള്ളൂ, പിന്നെ ഒന്നും ജനിക്കുന്നില്ല. അപ്പോ അത് വേറൊരു ചിന്ത, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കതാണ്, കടിഞ്ഞൂൽ പൊട്ടൻ എന്ന പ്രയോഗം ഉണ്ടാകുന്നത് ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു പോകുന്നവൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു പോകുമ്പോൾ മറ്റു പല കാര്യങ്ങളിൽ കുറവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവർക്ക് ചിലപ്പോൾ കുടുംബകാര്യങ്ങളിൽ നോക്കാൻ ശ്രദ്ധ കുറഞ്ഞു എന്ന് വരാം, ഏകാഗ്രത കുറഞ്ഞു എന്ന് വരാം, ക്ഷീണം അനുഭവപ്പെട്ടെന്ന് വരാം. ഇങ്ങനെ ഈ ക്ഷതങ്ങൾ കൂടുതലേക്കാനായിട്ട് സാധ്യത. ക്രിസ്തുവിന്റെ പോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുന്നേ പോക്ക് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്താവുന്ന വിചാരിക്കും. മലയാള സാഹിത്യത്തില് മുമ്പേ പറക്കും പക്ഷി എന്നൊരു പ്രയോഗമുണ്ട്. മുമ്പേ പറക്കും പക്ഷി, അതിതാണ് കാലാവസ്ഥ, ഭക്ഷണം ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പലായനം ചെയ്യുന്ന കിളികളുണ്ട്. കിളികൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവർ കൂട്ടമായിട്ടാണ് പോണേ. കൂട്ടമായിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ വാനനിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കിളികളുടെ പോക്ക് വളരെ രസം. ഒരു കിളി കുറച്ച് അധികം അകലെ ഫ്രണ്ടിലായിട്ട് പോകും. ഈ കിളിയാണ് മുമ്പേ പറക്കുന്ന പക്ഷി എന്ന് സാഹിത്യകാരന്മാർ വിശേഷിപ്പിക്കുക. ഈ കിളി പോകുന്ന വഴിക്ക് കാലാവസ്ഥയിലെ വ്യതിയാനങ്ങള്, വൈദ്യുത പ്രശ്നങ്ങള്, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ എല്ലാ അപകടങ്ങളെയും, അല്ലെങ്കിൽ വേട്ടക്കാരന്റെ തോക്ക്, എല്ലാ അപകടങ്ങളെയും അഭിമുഖീകരിക്കേണ്ടത് ഈ മുമ്പേ പറക്കുന്ന പക്ഷിയാണ്. ഈ മുമ്പേ പറക്കുന്ന പക്ഷി ഈ അപകടങ്ങളെ അഭിമുഖീകരിച്ച് ഒരു പക്ഷെ അതിന്റെ ജീവത്യാഗം ചെയ്ത് കഴിയുമ്പോൾ പുറകെ വരുന്ന പക്ഷികളുടെ ജീവനൊന്നും നഷ്ടപ്പെടാതെ രക്ഷപ്പെടും. അങ്ങനെ ചിലപ്പോ ഒരു യാത്രയില് ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്ത് നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പക്ഷികൾ ഇങ്ങനെ പറക്കുമ്പോൾ 2, 3, 4 മുമ്പേ പറക്കുന്ന പക്ഷികളൊക്കെ ചത്തിട്ടുണ്ട്. ഇവരെന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഒരു മരത്തില് സെറ്റിലാകുമ്പോൾ ആ മരത്തിന്റെ ഏറ്റവും ഉയരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശിഖരം ആ കിളികളാരും കൂടുകൂട്ടില്ല, ആ കിളികളാരും ഇരിക്കില്ല. കാരണം ഏറ്റവും ഉയരം കൂടിയ പ്രധാനപ്പെട്ട ശിഖരം അത് മുമ്പേ പറക്കുന്ന പക്ഷികളിൽ പലരും മരിച്ചുപോയി അവർക്കുള്ള സ്ഥാനമാണ്. ആ സ്ഥാനത്ത് വേറെ ആരും ഒരു കിളികളും ഇരിക്കില്ല. അത്രയും വകതിരും മര്യാദ കിളികൾക്കുണ്ട്. മുമ്പേ പറക്കുന്ന പക്ഷികളായിട്ട് നമ്മൾ മാറും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഇടവയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ ആത്മീയമായി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടൊക്കെ മുമ്പേ പറക്കുന്ന പക്ഷികളായി ഈ വചന ശുശ്രൂഷ ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പക്ഷികൾക്ക് ഈ മുമ്പേ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് വചനം പറയുക. അവര്
ഈ അതിൻ്റെ അകത്ത് അപകടങ്ങള് നിയമജ്ഞരിൽ നിന്ന്, പുരോഹിതരിൽ നിന്ന്, വിജാതീയരിൽ നിന്ന്, 3 സ്ഥലത്തു നിന്നാണ് ക്രിസ്തുവിന് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ഇന്നത്തെ വചനം പറയും. നിയമജ്ഞര് നമുക്കറിയാം സാമൂഹ്യ പ്രതീകമാണ്, പുരോഹിതര് നമുക്കറിയാം ആത്മീയ പ്രതീകമാണ്, വിജാതീയർ എന്ന് പറയുന്നത് ഇത് വിശ്വാസമില്ലാത്തവരുടെ പ്രതീകമാണ്. ഈ 3 തലത്തിൽ നിന്ന് നമുക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ. ഒപ്പം തന്നെ അത് ഏത് ടൈപ്പുകളാണെന്നും കൂടി ഈ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരെ വധം ഉണ്ടാകാം. അത് സൽപ്പേര് വധം എന്ന് പറയുന്നത് കഴുത്തറുത്ത് കൊല്ലുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, സൽപ്പേര് നഷ്ടപ്പെടുന്നത് പോലും വധമാണ്. അപ്പൊ അങ്ങനെ വധമുണ്ടാകാം, തുപ്പലുണ്ടാകാം, പരിഹാസം ഉണ്ടാകാം. ഇങ്ങനെ പല ടൈപ്പ് ആക്രമണങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം ഉത്ഥാനത്തിലുള്ള ക്രിസ്തുവിന്റെ ഉത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പേ പറക്കുന്ന പക്ഷികളായി, പൈലറ്റുകളായി ഒക്കെ മുന്നേറാനായിട്ട് ദൈവം നമുക്ക് ഇടവരട്ടെ. ഈശ്വരൻ സ്തുതിയായിരിക്കും.